അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞത് ചക്ക വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല പഴുത്തിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. കൂഴച്ചക്കയല്ല, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് ആവശ്യം ഒരു 15 ചക്കച്ചുളയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 15 ചക്കച്ചുള എടുക്കാം. ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ചക്കച്ചുള ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്നത് വലിയ ചക്കച്ചുളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇപ്പം ഞാനൊരു മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, വലിയ ജീരകം അല്ല. ഇനി ഒരു 5 ഏലക്ക അത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോല് മാറ്റിയിട്ട് അതിൻ്റെ കുരു മാത്രം നമുക്ക് എടുക്കാം. തോല് മാറ്റി ഏലക്ക ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ചെറിയ ജീരകം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒഴിവാക്കാം. അതുപോലെ തന്നെ ചുക്കും ഒഴിവാക്കാം. ഏലക്ക മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം ചുക്കും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ പൊടിച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏലക്കയെല്ലാം പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ നമ്മൾ കുരുവെല്ലാം മാറ്റിയെടുത്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ല പേസ്റ്റ് പരുവത്തിന് കട്ടകളൊന്നുമില്ലാതെ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ചക്ക അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് ചക്ക പേസ്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചക്കപ്പഴം എടുക്കുക. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കപ്പ് പൊടിച്ച ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ചക്കപ്പഴം നല്ല മധുരമുള്ള ചക്കപ്പഴമാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മുതൽ 1.5 കപ്പ് ശർക്കര വരെ മതിയാകും. അപ്പം ഞാൻ എടുത്ത ചക്കപ്പഴത്തിന് നല്ല മധുരം കുറവായത് കൊണ്ടാണ് ഞാനിപ്പോൾ 2 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നമ്മൾ എത്രയാണോ ശർക്കര എടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുകി വരട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം. നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ശർക്കര ഉരുകി കിട്ടും. അപ്പോൾ ശർക്കരയെല്ലാം ഉരുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പ് പൊടിയാണ് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 250 ml കപ്പിന് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയും 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 കപ്പ് ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടും പകുതി വീതമാണ് 1/2 കപ്പ് വീതം എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മാവിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പാനി ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഉടൻ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര പാനിയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ ഉരുക്കിയെടുത്ത് ആ ചൂടോട് കൂടി തന്നെ അരിച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത്രയും പോരാ. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല പച്ചവെള്ളം നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിക്കേണ്ട. നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും.
ഇപ്പോൾ ദാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഐസ് വാട്ടർ ഒന്നുമല്ല, സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അടിച്ചെടുത്ത് വെച്ച ചക്ക പേസ്റ്റ് അങ്ങ് മുഴുവനും ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് നമുക്ക് ആവശ്യം. ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള മാവിന് നമ്മൾ എടുത്ത മാവില്ലേ, 2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ ഇത്രയും മാവിന് നമുക്ക് വേണ്ടത് 1 കപ്പ് ചക്ക പേസ്റ്റ് അരച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ മാവിൻ്റെ ഒക്കെ പകുതി ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1/2 കപ്പ് ചക്ക അരച്ചത് മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ചക്ക പേസ്റ്റ് അരച്ച് ഇതിലേക്ക് ചേർക്കരുത്. 1 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ റവ ചേർത്തിട്ടുണ്ട്. ആ റവ എല്ലാം ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായി. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ റവ എല്ലാം ഒന്ന് കുതിർത്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല കുറുകി കട്ടിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, പഞ്ചസാരയും അതുപോലെ ഏലക്ക, ചുക്ക്, ചെറിയ ജീരകം എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചുക്കും അതുപോലെ തന്നെ ഏലക്കയും ചെറിയ ജീരകവും ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുണ്ടെന്നുണ്ടെങ്കിൽ പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് മാവിരിപ്പുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പം നെയ്താ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചക്കക്കുരു ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. തീരെ പൊടിപ്പൊടിയായിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കക്കുരു ഇത് ചെയ്തപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ചക്കക്കുരു ഒഴിവാക്കിയിട്ട് തേങ്ങാക്കൊത്ത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യോട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിൽ എള്ള് വേണമെന്നുണ്ടെങ്കിൽ എള്ള് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എള്ള് ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കടായിൽ വെളിച്ചെണ്ണ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി. എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി കുറച്ചായിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴിയുടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പാണ്. അതാ കണ്ടില്ല, നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. അതാ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമ്മൾ മാവ് ഒഴിച്ചെടുത്ത് എന്താ തരിയെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നല്ല ചക്കപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞൊക്കെ വരട്ടെ. അപ്പോൾ ഒരു വശം നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും നല്ലൊരു ഗോൾഡൻ നിറമാവട്ടെ. ഇപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്.
ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ തോന്നും. കണ്ടിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചക്ക സീസണാണ്. അപ്പോൾ വരിക്കച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ വരിക്കച്ചക്ക വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്